അമേരിക്ക. ലോകത്തിന്റെ പകുതിയോളം ജനങ്ങൾ 64 രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വർഷമാണ്. പുതിയൊരു ലോകക്രമം തീരുമാനിക്കപ്പെടുന്ന ഈ വർഷം തന്നെ ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. 18-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രതിഫലിച്ചതെന്തൊക്കെ? സംസ്ഥാന രാഷ്ട്രീയത്തിലെ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ഫലം എത്രത്തോളം നിർണായകമാകും? ഇടതു പാർട്ടികളുടെ രാഷ്ട്രീയ ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാത്തുവച്ചതെന്താകും? മറുകണ്ഠം ചാടലുകളുടെ കുത്തൊഴുക്ക് കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ജനമനസ് ചിന്തിക്കുന്നതെന്താവും? ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗവും സംസ്ഥാനത്ത് പരസ്പര വൈരികളുമായി കോൺഗ്രസും ഇടതു പാർട്ടികളും ഏറ്റുമുട്ടിയപ്പോൾ ജനങ്ങൾ അതെങ്ങനെ കണ്ടുകാണും? തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് വന്ന വിവാദങ്ങൾ ആരെ തുണയ്ക്കും, ആർക്ക് തിരിച്ചടിയാകും? വിവാദങ്ങൾക്ക് വോട്ടിംഗ് മെഷീനിൽ ജലം നൽകുന്ന മറുപടി എന്താകും? പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവിന് കാരണം എന്താകും? ആര് വാഴും, ആര് വീഴും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. വിധി എഴുതിയ കേരളം. ഇന്നത്തെ എന്റെ അതിഥികൾ: ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വൈസ് ചെയർമാനും ഐക്യരാഷ്ട്രസഭ മുൻ ചീഫ് ടെക്നോളജി ഓഫീസറുമായ ജോർജ് എബ്രഹാം, BJP അനുഭാവിയും IT പ്രൊഫഷണലുമായ രാജീവ് ഭാസ്കർ, ഇടതുപക്ഷ സഹയാത്രികൻ റോബിൻ ചെറിയാൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ ജോർജ് എബ്രഹാമിലേക്കാണ്. ശ്രീ ജോർജ് എബ്രഹാം, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കുറച്ചുനാൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഘടകങ്ങളാകും നിർണായകമാവുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാകും പ്രതിഫലിക്കുക എന്ന് അങ്ങ് കരുതുന്നു? ഇന്ത്യ ഇന്ന് നേരിട്ടത് വാസ്തവത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാര്യം പല ഘടകങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, ജനാധിപത്യം, മതേതരത്വം, അതായത് ഇന്ത്യയുടെ ഭരണഘടന, നെഹ്റുവും അംബേദ്കറും ഒക്കെ എൻവിസേജ് ചെയ്ത ആ ഭരണഘടന, അതിൻ്റെ ഭാവി എന്താകും? ഈ കഴിഞ്ഞ 75 വർഷത്തെ ഇന്ത്യ തന്നെയാണോ ഇനിയും മുമ്പോട്ട് പോകേണ്ടത്? അതോ ഇന്ത്യക്ക് ഇന്ന് മോഡി വരുത്തുന്ന ആ ട്രാൻസ്ഫോർമേഷന് അതാണോ ജനങ്ങൾക്ക് ആവശ്യം? ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ അതീതമായിട്ട് തീർച്ചയായിട്ടും ലോക്കൽ ഇഷ്യൂസ് ധാരാളമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം, അതായത് കറപ്ഷന്, മറ്റ് അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ലോക്കലായിട്ടും ഉണ്ട്. എന്നാൽ അതിന് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആണ് ഇതെന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഏത് അസ്റ്റ്യൂട്ട് ഒബ്സർവർക്കും മനസ്സിലാകുന്നതാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ ഒന്നിനൊന്നായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ കാണുന്നത്. ഭരണഘടനയിലുള്ള ആ പ്രൊവിഷൻസ് ഒന്നും റെസ്പെക്ട് ചെയ്യാതെ ഒരു ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു രീതിയാണ് കാണുന്നത്. മീഡിയയെ പോലും മസിൽ ചെയ്യുന്നു. ജുഡീഷ്യറി ആണെങ്കിൽ അണ്ടർ ട്രമെൻഡസ് സ്ട്രെസ്. ആളുകൾക്കൊരു അഭിപ്രായം പറയാൻ, ഒരു പോസ്റ്റ് ചെയ്യാൻ പോലും ഇപ്പോൾ, അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ അത് ഭയമാകുന്നു. ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോലും സാധിക്കാത്ത ഒരു രീതിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്ന് തീർച്ചയായിട്ടും സംശയമുണ്ട്. പിന്നെ അതുകൂടാതെ എക്കണോമിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പുരോഗതി? ഓഫ് കോഴ്സ് ഇവിടുത്തെ ഗവൺമെന്റ് എപ്പോഴും GDP പറ്റി പറയും. ഈ GDP മാത്രം പറഞ്ഞാൽ മതിയോ? GDP പെർ ക്യാപിറ്റ അല്ലേ പറയേണ്ടത്? അതെന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്? ഈ വിലക്കയറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെന്റ്, ഈ കാര്യങ്ങൾ, എസ്പെഷ്യലി യൂത്ത് അൺഎംപ്ലോയ്മെന്റ്, ഈ കാര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രോണിക് ക്യാപിറ്റലിസമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഏതാനും വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു എക്കോണമി ആയിട്ട് തോന്നുകയാണ്. അതായത് ജനങ്ങളുടെ മിഡിൽ ക്ലാസ് വളരുന്നതിന് പകരം പുവർ അവരുടെ ആ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണ് ചെയ്യുന്നത്. വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിന് പുറകിലായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോ ശ്രീ ജോർജ് എബ്രഹാം പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാവും. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനാധിപത്യം അതിന്
മൂല്യച്യുതി ഉണ്ടാകുന്നു, അതേപോലെ തന്നെ മതേതരത്വം ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല എന്ന ഒരു അവസ്ഥയിൽ വരുന്നു. ചിലരൊക്കെ സംശയിക്കുന്നത് ഇത് ഇന്ത്യയിലെ അവസാന പൊതു തെരഞ്ഞെടുപ്പാകുമോ എന്ന് സംശയം ഉന്നയിക്കുന്ന ചിലരുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മിഷൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായാണ് BJP വരുന്നത്. പക്ഷെ കേരളത്തിൽ ഇന്നേ വരെ അക്കൗണ്ട് തുറക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആയിട്ടില്ല. ഇത്തവണ ഏറെ ആത്മവിശ്വാസത്തിലാണ് എന്ന് പറയുന്നു. ചില മണ്ഡലങ്ങൾ തങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. BJP ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണും? വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ശ്രീ ജോർജ് എബ്രഹാം നമ്മളോട് ഇവിടെ പങ്കുവച്ചത്. അദ്ദേഹം പങ്കുവച്ച ചില ചോദ്യങ്ങൾക്കെങ്കിലും നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ കേരളത്തിലെ കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമുണ്ടോ ഇല്ലയോ, വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ള സമയമുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ കൂടിയും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അതിന് പരാമർശിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സിന്റെ കുറെ കണക്കുകൾ അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു. മാക്രോ എക്കണോമിക്സിന്റെ ഏത് പാരാമീറ്റേഴ്സ് എടുത്ത് നോക്കിയാലും കഴിഞ്ഞ 2014 മുതൽ ഇന്ത്യ മുമ്പോട്ട് വെച്ചിരിക്കുന്ന, ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന പുരോഗതി അത് ലോകത്താർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ്. അതൊരു പ്രത്യേക സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഓരോ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഇന്ത്യ ലോകത്തുള്ള വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് വികസിത രാജ്യം എന്നുള്ള ഒരു പദവിയിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ തന്നെ ഇന്ത്യ അതോടൊപ്പം തന്നെ മുൻ RBI ഗവർണറായിരുന്ന ഡോക്ടർ രഘുറാം രാജൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു പരാമർശം, നമ്മൾ ഈ GDP നമ്പർ അല്ല അത്രയധികം പ്രാധാന്യം നൽകേണ്ടത്, തൊഴിൽ സൃഷ്ടിയിൽ ഇന്ത്യ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ തൊഴിൽ സൃഷ്ടി ഇല്ലാത്തിടത്തോളം കാലം ഈ GDP വളർച്ച എന്ന് പറയുന്നത് തൊഴിലില്ല വളർച്ച എന്ന് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതെ, നമ്മൾ മാക്രോ എക്കണോമിക്സ് നമ്മൾ പറയണം. എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, സംശയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും പറ്റുന്ന മാക്രോ എക്കണോമിക്സ് അറ്റ്ലീസ്റ്റ് ഒരു 20-25 പാരാമീറ്റേഴ്സിന് വെച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എങ്ങോട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു വിഷയം, അതിനകത്ത് നിന്ന് സാന്ദർഭികമായിട്ട് എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം മാത്രം, ഏതെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് മാത്രം എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും അതിനോട് വിയോജിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ 70 വർഷത്തെ ഇന്ത്യയാണോ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ എനിക്ക് ശ്രീ ജോർജ് എബ്രഹാമിനോട് പൂർണ്ണമായിട്ടുള്ള യോജിപ്പാണുള്ളത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 70 വർഷമായിട്ടുള്ള ഇന്ത്യ അല്ല നമ്മളിവിടെ കാണാൻ പോകുന്നത്, യാതൊരു സംശയവും വേണ്ട. അഴിമതിയില്ലാത്ത, കുടുംബാധിപത്യമില്ലാത്ത, ഏക സിവിൽ കോഡ് വരുന്ന ലോകത്തിലെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കണ്ട് അഴിമതിയില്ലാതെ സാമ്പത്തികമായിട്ട് കൈപിടിച്ച് നടക്കാനുള്ള ശക്തനായ ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിലേക്ക് പോകുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കണ്ടത്. ഈ കേവലം അദ്ദേഹം പറയുന്നു ഏകാധിപത്യമൊന്നും. ചോദിക്കട്ടെ, 70 വർഷം ഒരു കുടുംബത്തിന്റെ ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യയുടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ആ ഒരു കുടുംബത്തിന്റെയാണ് പറയുന്നത്. ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ മകൾ വരുന്നു, അദ്ദേഹത്തിന്റെ മരുമകൾ വരുന്നു, മരുമകൻ വരുന്നു, ഇനി അടുത്ത ആൾ വരാൻ പോകുന്നു. അപ്പൊ ഈ ഒരു കുടുംബത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പറയുകയാണ് ഇത് ഏകാധിപത്യത്തിലേക്കാണ്. അതിന്റെ ഒരു സാങ്കത്യമല്ല, അതിന്റെ ഒരു വൈശേഷികത നമ്മളിവിടെ അന്വേഷിക്കേണ്ടതല്ലേ. അപ്പൊ നോക്കൂ, ഈ ന്യൂനപക്ഷത്തെക്കുറിച്ച് കോൺഗ്രസ് പറയാൻ എന്ത് അർഹതയാണുള്ളത്. നോക്കൂ, 78 ഷബാനു കേസിന് സുപ്രീം കോടതി, രാജ്യത്തെ പരമോന്നത കോടതി, അവർക്ക് അലിമണി കൊടുക്കണം, അവർക്ക് ഡൈവോഴ്സ് ചെയ്ത ഭർത്താവിന്റെ അടുത്ത് നിന്ന് അവർക്ക് ജീവനാംശം ഏതൊരു സ്ത്രീക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൊണ്ടുവന്ന ഷബാനു കേസിന് സുപ്രീം കോടതി, രാജ്യത്തെ കോടതിയെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ ഭേദഗതി വന്ന് നിയമം മാറ്റിമറിച്ച് ആ ഒരു മഹിളയ്ക്ക്, മുസ്ലിം യുവതിക്ക് അവരുടെ ജീവനാംശം എടുത്തു കളയാൻ വേണ്ടി ഇത്രയും വലിയൊരു മെഷീനറി വർക്ക് ചെയ്യിപ്പിച്ചൊരു പാർട്ടിയാണ് പറയുന്നത് ഇവിടെ വനിതകളെ സംരക്ഷിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു. ഒരേ ഒരു കാര്യം ഞാൻ കൂടെ പറയാം, മുത്തലാഖ് നിർത്തലാക്കിയതാരാണ്? മുസ്ലിം വനിതകൾക്ക് ഇതാണ്. ഈ പറയുന്ന മൈനോറിറ്റികൾക്ക്, ഈ മൈനോറിറ്റികളുള്ള പ്രേമം എന്ന് പറയുന്നത് കേവലം വോട്ട് കിട്ടുവാൻ വേണ്ടി മാത്രമുള്ള ഒരു നാടകം മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, അതുപോലെ കോൺഗ്രസ് ആയാലും ശരി. നമ്മൾ കണക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ 1-2 ഇതൊക്കെയല്ല, കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്, ഈ പറയുന്ന അവിലും മലരവും കുന്തിരിക്കവും ഒക്കെ വരുമെന്ന്
പ്രഖ്യാപിക്കുകയും അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും, അതുപോലെ തന്നെ ഈ രാജഭരണത്തെ പോലെ കുടുംബാധിപത്യം നടക്കുന്ന ഇവരും, ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടൊരു മുന്നണിയും വളരെ ശക്തമായിട്ടുള്ള നേതാവും തീർച്ചയായും കേരളത്തിൽ അതിന്റെ പ്രതിഫലനം വന്നുകൊണ്ടിരിക്കും. 77-ൽ ഇന്ദിരാഗാന്ധി പോയപ്പോൾ കേരളത്തിൽ ഇന്ദിരാഗാന്ധിയാണ് വിളിച്ചത്. നാഷണലിസത്തിലേക്ക്, ദേശീയത, ഇന്ത്യ ചിന്തിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന് വരാൻ സമയമെടുക്കൂ എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യമാണ്. നിശ്ചയമായും കേരളം സമയപരിമിതിയുണ്ട്. അങ്ങേക്ക് അടുത്ത ചോദ്യത്തിന് കൂടുതൽ ഉത്തരം പറയാം. ശ്രീ റോബിൻ ചെറിയാൻ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ UDF തൂത്തുവാരിയ ഒരു ഇലക്ഷൻ, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തങ്ങൾ വീണ്ടും ചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വരുന്നു. പക്ഷേ ഇത്തവണ നേരിടുന്ന ഒരുപാട് വെല്ലുവിളിയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വന്ന വിവാദങ്ങൾ അതെത്രത്തോളം ഇന്ന് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ EP ജയരാജൻ പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ, അതായത് പ്രകാശ് ജാവദേക്കർ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നു, മകൻ്റെ ഫ്ലാറ്റിന് മുന്നിലൂടെ പോകുമ്പോൾ ഇതാ ജയരാജൻ്റെ വീട്, എന്നാ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ കയറുന്നു, ചായ കുടിക്കുന്നു, രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. ഇതൊക്കെ ഈ പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾ വിശ്വസിക്കുമോ? ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കും? മാത്രവുമല്ല, ഇടതുപക്ഷത്തിന്റെ ഭാവിക്ക് ഒരു ബംഗാൾ ലക്ഷണമൊക്കെ വരുന്നു എന്ന് പറയുന്നവരോട് എന്താണ് മറുപടി? തുടക്കം തന്നെ പറയാം, ഈ ഇലക്ഷനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം മുഴുവനായി തന്നെ നോക്കിക്കാണുന്നത്. കേരളത്തിൽ 20 സീറ്റുകളിലും വളരെ വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ EP ജയരാജനെ സംബന്ധിച്ച വിഷയത്തിന് കൃത്യമായ മറുപടി അദ്ദേഹവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നിലവിൽ നൽകി കഴിഞ്ഞു. കേരളത്തിൽ ചരിത്രത്തിലാദ്യമെന്നാണ് ക്രിസ്റ്റിന സൂചിപ്പിച്ചത്. ചരിത്രത്തിലാദ്യം തുടർച്ചയായ 2 തവണ ഒരു മുന്നണിക്ക് അധികാരം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ഇടതുപക്ഷത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ഈ സർക്കാരിനെയും ഈ മുന്നണിയെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെയും വിശ്വാസമുള്ളത് കൊണ്ടാണ് തുടർച്ചയായ ഒരു ഭരണം കൊടുത്തത്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ജോർജ് എബ്രഹാം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഈ വിഷയങ്ങളൊന്നുമല്ല. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം. അതിനുവേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ പ്രതിനിധികൾ ഇതിനുവേണ്ടി ശബ്ദമുയർത്തുവാൻ ഇന്ത്യൻ പാർലമെന്റിൽ വേണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് മതേതരത്വം പറയുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതേ കോൺഗ്രസിന്റെ ഭാഗം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷവും. ഞങ്ങൾ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. വിമർശിക്കേണ്ടതും തിരുത്തേണ്ടത് തിരുത്തി പോകണമെന്നും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ പറയുന്ന മതേതരത്വം പറയാൻ കോൺഗ്രസിന് ഇപ്പോൾ അവകാശമില്ല. BJPയുടെ പ്രതിനിധി പറയുന്ന ഒരു കാര്യമുണ്ട്, എക്കണോമിക്കായിട്ട് ഇന്ത്യ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 195 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ജൈത്രയാത്ര തുടർന്നു വന്നത് ഈ ഗവൺമെന്റ്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെയും ഇന്ത്യയിലെ ഹൈന്ദവ സമുദായത്തെയും ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും തമ്മിൽ വിഭജിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അവർ ഈ തവണ നേരിട്ടത്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ്, കേരള 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് പ്രധാനമന്ത്രി നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എത്രമാത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിനോട് വേർതിരിച്ച് കാണിച്ച് അവിടെ നേട്ടം കൊയ്യാം എന്നുള്ള ഒരു അജണ്ടയാണ് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം എത്ര വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് കേരളത്തിൽ ചർച്ചയാകും. കേരളത്തിൽ ഇടതുപക്ഷ എംപിമാർ കേരളത്തിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ, ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിനാൽ 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമാണ്.
ശ്രീ ജോർജ് എബ്രഹാം, ഇപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിൽ തൃക്കാക്കര, പുതുപ്പള്ളി 2 ഇലക്ഷനിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് UDF മിന്നുന്ന ജയം നേടുന്നു. പക്ഷെ അത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ്. അതിനപ്പുറമായ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു തന്ത്രം ഉണ്ടായി എന്ന് പറയാനാവില്ല. മറ്റൊന്ന്, ഈ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ കൂടുമാറ്റം, ഇത്രയ്ക്കും ധാർമ്മികതയില്ലാതെയാണോ ഈ നേതാക്കൾ ഇത്രയും നാൾ ഈ പാർട്ടിയുടെ ഭാഗമായത്? അവരുന്നയിക്കുന്ന ചില പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ഏത് രീതിയിൽ കാണും എന്നൊരു ചോദ്യവുമില്ലേ? കോൺഗ്രസിലുള്ള ചില നേതാക്കന്മാര് വൾണറബിൾ ആണ് എങ്കിൽ അതിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും തയ്യാറെടുക്കുന്നില്ല. കാരണം എല്ലാ കൂട്ടത്തിലും ഉള്ളതുപോലെ കോൺഗ്രസിലും കാണുമായിരിക്കാം ഒക്കെ ബാഡ് ആപ്പിൾസ്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ, അവരെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അവരെ ക്ലീൻ ചെയ്യണമെങ്കിൽ BJP പോയാൽ മതി, എത്രമാത്രം കറപ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും. അന്നേരം BJPയെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജിക്ക് വേണ്ടി BJPയിലേക്ക് ആരെങ്കിലും പോയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം BJPയുടെ ഐഡിയോളജി നമുക്കറിയാം. ആളുകളെ, കമ്മ്യൂണിറ്റിയെ ഫ്രാഗ്മെന്റ് ചെയ്യുക, എന്നിട്ട് ഡിവിഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിൽ കൂടെ പവർ നിലനിർത്തുക എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയം എന്ന് നമുക്കറിയാം. അന്നേരം ഇവരെന്താണ് BJPയിൽ പോയിട്ട് ഏത് വാല്യൂസ് ആണ്, ഏത് പ്രിൻസിപ്പിളാണ് ഇവർ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? ഡെമോക്രസി എന്ന് പറയുന്ന മെജോറിറ്റേറിയൻ റൂൾ അല്ല, അത് മൈനോറിറ്റീസിനെയും ഉൾക്കൊള്ളേണ്ടതാണ്. ഇപ്പം നമ്മുടെ BJP സ്പോക്സ്മാൻ തന്നെ ജീവിക്കുന്നത് ഒരുപക്ഷെ ഒരു മൈനോറിറ്റി ആയിട്ട് മറ്റൊരു രാജ്യത്താണല്ലോ. അദ്ദേഹം അനുഭവിക്കുന്ന അവിടുത്തെ ആ റൈറ്റ്സും ആ പ്രിവിലേജസും ഒക്കെ ഇവിടെയുള്ള മൈനോറിറ്റീസിനും വേണ്ടേ? അതെന്താണ് അങ്ങനെ ചിന്തിക്കാത്തതെന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുപോലെ മൈനോറിറ്റീസിനെതിരെ അവിടെ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. മണിപ്പൂരിൽ എന്താണ് നടന്നത്? മണിപ്പൂരിൽ മെയ്റ്റീസും കുക്കീസും തമ്മിലുള്ളത് ഗോത്ര സംഘർഷമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അതേസമയത്ത് അങ്ങനെയാണോ? മെയ്റ്റീസ് ക്രിസ്ത്യൻസിന്റെ പോലെ 250 പള്ളികൾ അവർ കത്തിച്ച് കളഞ്ഞു. ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ഇംഫാലിൽ നിന്ന് പലായനം ചെയ്യിച്ച് എത്നിക് ക്ലെൻസ് ചെയ്തു അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ. ആ ഗവൺമെന്റാണ്. എന്നിട്ട് അതിന്റെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു വാക്ക് ഇതുവരെ അതിനെപ്പറ്റി പറയാനോ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനോ പുള്ളിക്ക് സാധിക്കുന്നില്ല. എന്തൊരു ജനാധിപത്യമാണത്? കോൺഗ്രസ് തീർച്ചയായിട്ടും ബാഡ് ആപ്പിൾസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവർ BJPയിലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ. എന്നാൽ ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത certain വാല്യൂസും പ്രിൻസിപ്പിൾസും അത് മുഖാന്തരം ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയും ഒക്കെ ഉണ്ട് ഈ രാജ്യത്ത്. അത് തകർക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നശിച്ചു പോയ ഇല്ലാതിരുന്ന രാജ്യങ്ങളാണ് നമുക്കറിയാവുന്ന ഘാനയും ഈജിപ്തും യുഗോസ്ലോവിയൊക്കെ ആ സമയത്ത് കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. അവരെന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ആ രാജ്യങ്ങൾ തന്നെ അവരുടെ ഭരണക്രമങ്ങൾ തന്നെ നശിച്ചു പോയത്. എന്നാൽ ഇന്ത്യയിൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ്. ശരി, നമുക്ക് ശ്രീ രാജീവ് ഭാസ്കറിനോട് കൂടി ചോദിക്കാം. ശ്രീ രാജീവ് ഭാസ്കർ, കോൺഗ്രസിൽ നിന്ന് കുറുമാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ഷനിൽ ഏറെ ചർച്ചയായതാണ്. കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ബാഡ് ആപ്പിൾസ് ഉണ്ടെങ്കിൽ അവർ BJPയിലേക്ക് പോയത് നന്നായി, കണക്കായി പോയി എന്നൊരു രീതിയിലാണ് പല കോൺഗ്രസ് നേതാക്കളും അത് പറയുന്നത്. ഇനി BJP അനുഭവിക്കട്ടെ എന്ന രീതിയിൽ. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, ഈ ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വനിതകൾക്കൊക്കെ ഫേവറബിളായ നിരവധി പരിഷ്കാരങ്ങൾ BJP കൊണ്ടുവരുന്നു. അങ്ങ് പറഞ്ഞു, മുത്തലാഖിന്റെ കാര്യം പറഞ്ഞു, ഇനി ഏക സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് പറയുന്നു, CAA പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. പക്ഷെ ഇതൊക്കെയായിട്ടും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഒഴിവാക്കാനാകുന്നില്ല. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോഴും BJPയെ സംശയത്തിന്റെ കണ്ണോടുകൂടെ വീക്ഷിക്കുന്നു. BJP അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ തങ്ങൾക്കത് ബുദ്ധിമുട്ടാകും എന്ന് കരുതുന്നു. എന്തുകൊണ്ട് BJPക്ക് ആ ആശങ്ക മറികടക്കാനാകുന്നില്ല? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണെങ്കിലും ഇതേ ഒരു ആശങ്ക ന്യൂനപക്ഷങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഞാൻ എന്തിനാണ് ഞാൻ പിന്നീട് ചോദിക്കാം, ഷബാനു എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ അവരുടെ ജീവനാംശം കിട്ടാൻ വേണ്ടി ഈ പറയുന്ന സർവാധിപത്യം പറയുന്ന ഈ കോൺഗ്രസ് ഇത്രമാത്രം എന്തിനാണ് ചെയ്തത്? അപ്പോ ന്യൂനപക്ഷങ്ങളെ വെറും വോട്ട് ബാങ്കായി കാണുകയും അവരെ എന്നും അധപ്പതനത്തിലേക്ക് വേണ്ടി, അവരെ പുരോഗമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന തങ്ങളുടെ വോട്ട് ബാങ്കായിട്ട് മാത്രം നിലനിർത്തുക എന്ന് പറയുന്ന ഒരേ ഒരു സമീപനമാണ് ഈ രണ്ട് മുന്നണികൾക്കും. അതായത്
ഈ പറയുന്ന പുരുഷാധിപത്യവും അതിനകത്തുള്ള ബാക്കിയുള്ള എലമെന്റ്. പിന്നെ അങ്ങേര് പറഞ്ഞു, കോൺഗ്രസിന്റെ ശ്രീ ജോർജ് എബ്രഹാം പറഞ്ഞു, അമേരിക്കയിൽ പൗരത്വ നിയമം, അമേരിക്ക ഇപ്പോഴും ഇറാഖിൽ നിന്നും സോമാലിയിൽ നിന്നും വരുന്ന ഒരാളെ ഇവിടെ പൗരരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഉദ്ദേശിക്കുകയുമില്ല. അമേരിക്ക അകത്തുള്ള എല്ലാ പൗരന്മാരും ഒരേ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് വന്ന കുടിയേറ്റം, ഇറാഖിൽ നിന്ന് കുടിയേറ്റം അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല. സോമാലിയിൽ നിന്നുള്ള കുടിയേറ്റം അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ലിബിയയിൽ നിന്നുള്ള പ്രോത്സാഹനം നിയമപരമായിട്ട് തന്നെ ഇവിടുന്ന് വരുന്ന അഭയാർത്ഥികളെ അമേരിക്ക ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ഓരോ പൗരനും, ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, മുസ്ലിം ആകട്ടെ, തിക്കാകട്ടെ, ഇന്ത്യയിലുള്ള പൗരന്മാർക്കെല്ലാം ഒരേ വിഭാവനവും, പിന്നെ ഈ പറയുന്ന അവിടുന്ന് വരുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു രാജ്യം അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചില ഡിസ്ക്രിപ്ഷൻ പവർ എടുത്തേക്കാം. അത് തീവ്രവാദത്തിനെ എതിർക്കാനാവാം, അല്ലെങ്കിൽ തീവ്രവാദികളെ കൊണ്ട്. ഇപ്പൊ അമേരിക്കയുടെ കാര്യം പറഞ്ഞതല്ല, അതേ താരതമ്യം എന്ന് പറയാം. അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ലിബിയക്കാരനെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒരു സോമാലിയക്കാരനെ എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യാൻ? അതേ യുക്തി കൊണ്ട് തന്നെ പറയുകയാണ് ബംഗ്ലാദേശിയുടെയും മ്യാൻമാറുകാരനെയും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാരെയും ഇന്ത്യ ഒരുപക്ഷെ സ്വീകരിക്കുന്നില്ലായിരിക്കാം. അത് ഇന്ത്യയുടെ ഡിസ്ക്രിപ്ഷൻ പവറാണെന്ന് അംഗീകരിച്ച് കൊടുത്തേ മതിയാവൂ. യാതൊരു സംശയവും അക്കാര്യത്തിൽ വരണ്ട. പക്ഷെ ആ ഡിസ്ക്രിഷണറി പവറിൽ സാധാരണക്കാർക്ക് ആശങ്ക തോന്നുന്നു. എന്നോട് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ചിലർ ഉന്നയിച്ച ഒരു ആശങ്ക, അയോധ്യ പോലെ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുഖ്യ പൂജാരിയായി പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കെടുക്കാം, പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അത്തരത്തിലൊരു ചടങ്ങിൽ അദ്ദേഹം മുഖ്യ പൂജാരിയായി പങ്കെടുക്കുമ്പോൾ ബാക്കിയുള്ള സമൂഹത്തിലുള്ളവർക്ക് അത് ഏത് രീതിയിലായിരിക്കാം അവർ കാണുന്നത് എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നു. ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാനുമാവുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരു സ്കൂളിലാണെങ്കിൽ പോലും പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൾ ഒരു വിഭാഗത്തിലെ കുട്ടികളുടെ മാത്രം ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ബാക്കിയുള്ള കുട്ടികളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയില്ല എന്ന് പറയുമ്പോൾ അവരതിനെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് പോലും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കും, ഇവിടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ തന്നെ ആ പരമ്പരാഗത 500 അല്ലെങ്കിൽ 1000 വർഷത്തെ ഒരു പാരമ്പര്യം സൂക്ഷിക്കുമ്പോൾ നമ്മൾ ബൈബിളിൽ തൊട്ടാണ്, ഇവിടെ വരുന്ന ഭരണാധികാരികൾ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ എടുക്കുന്നത്. ഞങ്ങൾ അതൊരു മതത്തിന്റെ വിശ്വാസമായിട്ട് കാണേണ്ട ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മളത് കണ്ടാൽ മതി. അതായത് കഴിഞ്ഞ 10,000-5000 വർഷങ്ങൾ തുടക്കം മുതൽ ഇവിടെ തുടർന്നു പോകുന്ന ഒരു പാരമ്പര്യമാണ് ക്ഷേത്ര വിശ്വാസവും അതിന്റെ ആരാധനയും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ. അതിനെ വേറൊരു മതത്തിനെ എതിർക്കാനോ അവരോടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കാനാണെന്നുള്ള മട്ടില് പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ അതിന് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നത് കേരളം അവർക്ക് നിന്ന് പൊറുക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഒക്കെ എതിർപ്പ്, ആ ഒരു ആന്റി മോഡി, ആന്റി BJP ബോയിൽ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ അവർക്ക്, പക്ഷെ അത് ഒരുപാട് നാൾ മുമ്പോട്ട് കൊണ്ടുപോകില്ല. ജനം അത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതും BJPയുടെ വോട്ട് വർദ്ധിച്ചുകൊണ്ട് വരുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് പോകണം. അത് അവരുടെ, നമ്മൾ പച്ചമലയാളത്തിൽ പറയണ വയറ്റിപ്പിഴപ്പാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കണ്ടാൽ രണ്ട് കാര്യം കറക്റ്റ് ആണ്. ഒന്ന്, അമേരിക്കയിൽ സോമാലിയയിൽ നിന്ന് ഇറാഖിൽ നിന്നും ഒക്കെയുള്ള സിറ്റിസൺസ് ഒക്കെ ഉണ്ട്. അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്. രണ്ട്, ബൈബിൾ വേണമെന്നില്ല, ഭഗവത്ഗീതയിലാണെങ്കിലും അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ വളരെ ലിബറലായിട്ട് ഡീൽ ചെയ്യുന്ന രാജ്യമാണ്. അന്നേരം പെട്ടെന്ന് അത് കമ്പയർ ചെയ്യുന്നതിൽ അത് ശരിയല്ല. കാര്യം ഇന്ന് അനേക സ്റ്റേറ്റ് അസംബ്ലികളിലും കോൺഗ്രസിൽ പോലും ഹിന്ദു പ്രെയർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഈ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ ന്യൂജേഴ്സിയിലൊക്കെ ഉള്ള ചില ക്ഷേത്രങ്ങൾ, അത്രയും വലിയ ക്ഷേത്രങ്ങളൊക്കെ, അത് ഏത് രീതിയിലാണ് അത് അവിടെ പ്രവർത്തിക്കുന്നത്, എത്രയും ഭംഗിയായും എത്രയും നല്ല രീതിയിലും അതിൻ്റെ മാനേജ്മെന്റ് ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉദാഹരണവുമാണല്ലോ. അല്ല, അത് മാത്രം പറയാം. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓസ്ട്രേലിയയിലെ ഒരു ടെമ്പിളില് എന്തോ അറ്റാക്ക് ഉണ്ടായിരുന്നെ ആ വിവരം പോലും പ്രൈം മിനിസ്റ്ററോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായി. ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ 5-8 മാസമായിട്ട് 570 ഇൻസിഡൻസ് ഉണ്ടായി. അതായത് ചർച്ചുകളിലേക്ക് ബാർജ് ചെയ്യുക, പാസ്റ്റേഴ്സിനെയും ബിഷപ്സിനെയും മർദ്ദിക്കുക, മനസ്സിലായി, ഇങ്ങനെ ചർച്ച് പ്രോപ്പർട്ടീസ് ഡിസ്ട്രോയ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, നമുക്ക് എന്തായാലും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനാവില്ല. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ശ്രീ റോബിൻ ചെറിയാനിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ റോബിൻ ചെറിയാൻ, ഈ പറയുന്ന വാദഗതികളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വളരെ ചുരുക്കി ഒരു കൺക്ലൂഷൻ.
രാജീവ് ഭാസ്കരൻ പറഞ്ഞ എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ പറ്റി വളരെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ ചെങ്കോൽ സ്ഥാപിക്കുക, ഇന്ത്യയിലെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന മനസ്സുകൾക്ക് എക്കാലവും ഒരു വേദന ഉണ്ടാക്കിയ ബാബറി മസ്ജിദ് തകർത്ത ആ സ്ഥലത്ത് അയോധ്യ ക്ഷേത്രം പണിഞ്ഞിട്ട് അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ കാർമ്മികനായി അദ്ദേഹം വന്നത് ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ചാണെന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ താല്പര്യം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യമായിട്ടാണ് രാജീവ് ഭാസ്കരൻ അവതരിപ്പിച്ചത്. ഒരിക്കലുമല്ല. RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക എന്നുള്ളത്. അതിന് ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളുടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കപ്പെടുവാൻ പറ്റുകയില്ല. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ച ഈ BJPയുടെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക, അഴിമതി ഇല്ല എന്ന് പറയുന്നു. ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾക്കറിയാം. ഇവർക്ക് സ്വാധീനം ചെലുത്തുവാൻ പറ്റാത്തവരിൽ അവരെ കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുക, അവരിൽ നിന്നും പണം വാങ്ങുക, ആ പണം ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് മറ്റ് പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും അവരുടെ നേതാക്കന്മാരുടെയും അവരുടെ മുഖ്യമന്ത്രിമാര്, മുൻ മുഖ്യമന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാർ, അവരുടെ കുടുംബാംഗങ്ങളെ പർച്ചേസ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അജണ്ടയാണ് ഇവർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP ഇപ്പോൾ വളരെ ആശങ്കയിലാണ്. അവർക്ക് ഈ തവണ ഭൂരിപക്ഷത്തോടുകൂടി 400 സീറ്റ് വാങ്ങിയ അധികാരത്തിൽ വരുവാമെന്നും ഒന്നും അവർക്കൊരു ധാരണയില്ല. അപ്പോൾ എങ്ങനെയും വിഭാഗീയതയെ പ്രചരിപ്പിക്കുക, ഇന്ത്യയിലെ മതേതരത്വം നഷ്ടപ്പെടുത്തുക, ഇന്ത്യയിൽ വർഗീയത വളർത്തുക, അതിന്റെ ചുളിവിൽ കിട്ടുന്ന ബോണസ് കൊണ്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുവാൻ വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത്. അതിനെ എതിർക്കുവാനായിട്ടുണ്ട് കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്നുമില്ല. ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, സമയക്കുറവ് കൊണ്ട് ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ലോകത്ത് തന്നെ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് മലയാളികൾ എന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നതും അത് നമ്മൾ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ രാഷ്ട്രീയ വിഷയങ്ങൾ, സാമൂഹികമായ കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ജനത കണ്ടത്, ഈ വിവാദങ്ങളെയൊക്കെ കേരള ജനത ഏത് രീതിയിൽ കാണുന്നു, അതിനെ കൊള്ളുമോ തള്ളുമോ, ഇതൊക്കെ അറിയാം നമുക്ക് ജൂൺ 4-ന് ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് എണ്ണി കഴിയുമ്പോൾ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇരിക്കേണ്ടി വരും ഈ കാരണങ്ങൾ ഏത് രീതിയിൽ കേരളം കണ്ടു എന്നറിയാൻ. താങ്ക് യു വെരി മച്ച് ശ്രീ ജോർജ് എബ്രഹാം, ശ്രീ രാജീവ് ഭാസ്കരൻ, ശ്രീ റോബിൻ ചെറിയാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.